നമസ്കാരം. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ വലിച്ചെറിയാറുണ്ടോ? ഇനി ആശങ്ക വേണ്ട. ഈ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് ഇനി മുതൽ സംസ്കരിക്കും. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് എൻപ്രൗഡ് എന്ന പേരിലാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. ഉപയോഗശൂന്യമായ മരുന്നുകൾ വീട്ടിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുപോവുകയോ നിശ്ചിത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കുകയോ ചെയ്യും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർക്കാർ തലത്തിൽ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് സർക്കാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലും കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരി പഞ്ചായത്തിലുമാണ് ഇത് ആദ്യമായി നടപ്പാക്കുന്നത്. തുടർന്ന് ഈ പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഒരുവിധം എല്ലാ വീടുകളിലും കാലഹരണപ്പെട്ട മരുന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അലക്ഷ്യമായി സംസ്കരിക്കുകയാണ് ഒട്ടുമിക്ക എല്ലാവരും ചെയ്യുന്നത്. അത് എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ഒരു ധാരണയോ മാർഗമോ ജനങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തോന്നും പോലെയാണ് ഇത് ഉപേക്ഷിക്കാറുള്ളതും. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ അലക്ഷ്യമായി മണ്ണിലേക്കും ജലാശയങ്ങളിലേക്കും വലിച്ചെറിയാൻ പാടില്ല. ഇതിലൂടെ ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും പാരിസ്ഥിതിക മലിനീകരണത്തിനും കാരണമാകുന്നു. ഇത്തരം ഔഷധങ്ങൾ ശേഖരിക്കുവാനോ ശാസ്ത്രീയമായി സംസ്കരിക്കുവാനോ പര്യാപ്തമായ സംവിധാനങ്ങളൊന്നും നിലവിലില്ലാത്തതിനാലാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഇത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. ഉപയോഗ്യമല്ലാത്ത മരുന്നുകളുടെ അശാസ്ത്രീയമായ നിർമ്മാർജ്ജനം പാരിസ്ഥിതിക മലിനീകരണത്തിന് ഇടയാക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് ആൻഡ് റൂളിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഉപയോഗശൂന്യമായ മരുന്നുകൾ നിർമ്മാർജ്ജനം ചെയ്യുവാനാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ എൻപ്രൗഡ് ആവിഷ്കരിച്ചിട്ടുള്ളത്. നിശ്ചിത മാസങ്ങളിൽ വീട്ടിലെത്തി ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്നതാണ്. കൂടാതെ പെർമനന്റ് കളക്ഷൻ സെന്ററുകളിൽ സ്ഥാപിച്ചിട്ടുള്ള നീല നിറമുള്ള പെട്ടികളിലും പൊതുജനങ്ങൾക്ക് മരുന്നുകൾ നിക്ഷേപിക്കാവുന്നതാണ്. മൊത്ത ചില്ലറ വ്യാപാര സ്ഥാപനങ്ങൾ, ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഉപയോഗശൂന്യമായ മരുന്നുകൾ മുൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലെ കളക്ഷൻ സെന്ററുകളിൽ എത്തിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്രകാരം ശേഖരിക്കുന്ന മരുന്നുകൾ കേന്ദ്ര സർക്കാർ പരിസ്ഥിതി വകുപ്പുകളുടെ അംഗീകാരമുള്ള കേരള എൻവൈറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ശാസ്ത്രീയമായി സംസ്കരിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 22-ന് കോഴിക്കോട് വെച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. പദ്ധതി കൃത്യമായി നടപ്പിലായാൽ ജനങ്ങൾക്ക് കാലഹരണപ്പെട്ട മരുന്നുകൾ കൃത്യമായി വീടുകളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അതുമൂലം മരുന്ന് അലക്ഷ്യമായി വലിച്ചെറിയുന്നതും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും കഴിയുമെന്നത് വളരെ ശ്രദ്ധേയമാണ്. കേരള സർക്കാർ കൊണ്ടുവരുന്ന ഈ പദ്ധതി കൃത്യമായി ആവിഷ്കരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യ മേഖലയിൽ എന്നും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. കോവിഡിനെയും നിപയെയുമെല്ലാം കേരളം നേരിട്ട മാതൃകയും ഏറെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് ഉപകരിക്കുമെന്നതിൽ സംശയമില്ല.